നമ്മുടെ നാട്ടിൽ കൊടിയ വ്യാപാര മാന്ദ്യമുണ്ടോ? അങ്ങനെയുണ്ട് എന്ന് തീർച്ചപ്പെടുത്താവുന്ന വിവരങ്ങളാണ് ഇന്ന് ന്യൂസ് മലയാളം പങ്കുവെക്കുന്നത്. തിരക്ക് കുറഞ്ഞ കടകൾ, കച്ചവടം പകുതി പോലും നടക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾ, ഓട്ടം വല്ലാതെ കുറഞ്ഞ ഓട്ടോറിക്ഷകളും ടാക്സികളും, സ്കൂൾ സമയത്തല്ലാതെ ഇരുന്നു പോകാനുള്ള ആളെ പോലും കിട്ടാതെ ബസ്സുകൾ, ഇങ്ങനെ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇതൊന്നും ശാസ്ത്രീയമായ തെളിവുകളല്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഥിതി? ഇനി ആ സത്യം പറയട്ടെ. നേരിട്ട് തന്നെ ഒന്നാമത്തെ ആ തെളിവിലേക്ക്. ഈ വർഷം ജൂണിൽ നികുതി വരുമാനം 8,324 കോടി രൂപ. കഴിഞ്ഞ വർഷം ജൂണിൽ ലഭിച്ചത് 11,620 കോടി രൂപ. കുറവ് 3,296 കോടി രൂപ. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുറയുക എന്നാൽ മുന്നോട്ടുള്ള മാർഗം തന്നെ അടയുക എന്നാണ് അർത്ഥം. അങ്ങനെ നികുതി വരുമാനം കുറയുന്നത് എന്തുകൊണ്ടാണ്? കച്ചവടം നടന്നാലേ നികുതി പിരിക്കാൻ വ്യാപാരികൾക്ക് കഴിയൂ. വലിയ തോതിൽ മാന്ദ്യമുണ്ടെങ്കിൽ മാത്രമാണ് 3,296 കോടിയൊക്കെ ഒരു മാസം കുറയുന്നത്. നാട് ഏറ്റവും കഷ്ടപ്പെട്ടു തുടങ്ങിയെന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഒന്നുകിൽ ജനം പൈസ ഇറക്കാതെ സൂക്ഷിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ചെലവാക്കാൻ ജനത്തിന്റെ കയ്യിൽ പണമില്ല. ജനം സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിൽ സാമ്പത്തിക മാന്ദ്യം ഭയന്നുള്ള കരുതലാകും. വലിയ ഇടിവ് വരാൻ ഇരിക്കുന്നതേയുള്ളൂ എന്നാണ് അർത്ഥം. എന്നാൽ ജനത്തിന്റെ കയ്യിൽ പൈസ ഇല്ലാതായതാണെങ്കിൽ കഥ മാറുകയാണ്. മൊത്തം നികുതി വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു മാസത്തെ കുറവ് കൊണ്ട് മാന്ദ്യം എന്ന് പറയാൻ കഴിയില്ല. ഇനം തിരിച്ച് വരുമാനമെടുക്കാം. GST, അതാണ് നികുതി വരുമാനത്തിന്റെ ചങ്ക്. 2024 ജൂൺ വരെ അഥവാ ആദ്യത്തെ 3 മാസം കിട്ടിയത് നോക്കാം. 10,126 കോടി രൂപ. ഇനി 2025 ജൂൺ വരെ കിട്ടിയ GST 9,378 കോടി രൂപ. 1000 കോടി രൂപയ്ക്കടുത്താണ് GST വരുമാനത്തിലുണ്ടായ കുറവ്. ഇനി സ്ഥലക്കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. കഴിഞ്ഞ വർഷം ആദ്യത്തെ 3 മാസം സ്റ്റാമ്പ് ഡ്യൂട്ടിയായി കിട്ടിയത് 1,407 കോടി 35 ലക്ഷം രൂപ. ഈ വർഷം 1,500 കോടി 77 ലക്ഷം രൂപ. കഷ്ടി 93 കോടി രൂപയുടെ മാത്രം വർധന. അതാണെങ്കിൽ രജിസ്ട്രേഷൻ നിരക്കിലെ വർധന പരിഗണിക്കുമ്പോൾ ഒന്നുമില്ലതാനും. ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തിന്റെ കാൽഭാഗം പിന്നിട്ടു കഴിഞ്ഞു. അപ്പോഴും സ്റ്റാമ്പ് വരുമാനം 20% മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം വ്യക്തമാണ്. സ്ഥലക്കച്ചവടവും വീട് വാങ്ങുന്നതും വളരെ കുറഞ്ഞു. റിയൽ എസ്റ്റേറ്റ് മാന്ദ്യത്തിന്റെ അർത്ഥം നിർമ്മാണ മേഖലയുടെ സമ്പൂർണ്ണ മാന്ദ്യം എന്നാണ്. വേറെയുമുണ്ട് സംസ്ഥാനത്തെ മാന്ദ്യം വ്യക്തമാക്കുന്ന കണക്കുകൾ. വാറ്റ് നികുതി കിട്ടുന്ന ചില ഇനങ്ങളുണ്ട്. ഇന്ധനമാണ് അതിൽ പ്രധാനം. ഇത്തവണ ബജറ്റിൽ പ്രതീക്ഷിച്ചിരുന്നത് 33,591 കോടി രൂപ. ഇതുവരെ കിട്ടിയത് 6,291 കോടി മാത്രം. ലക്ഷ്യമിട്ടതിന്റെ 18% മാത്രമാണ് ലഭിച്ചത്. ഇനി കേന്ദ്ര നികുതിയിൽ കേരളത്തിന്റെ വിഹിതമുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യത്തെ 3 മാസം അത് 3,318 കോടി 72 ലക്ഷം രൂപയായിരുന്നു. ഈ വർഷം ആദ്യ 3 മാസത്തേത് 3,003 കോടി 54 ലക്ഷം രൂപയാണ്. കേന്ദ്ര നികുതിയിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട തുകയിലുണ്ടായ കുറവ് 300 കോടി രൂപ. ഇതിനൊപ്പം തനത് നികുതി വരുമാനത്തിലും വലിയ കുറവുണ്ടായി. അങ്ങനെയാണ് സംസ്ഥാനം മാന്ദ്യത്തിലേക്ക് പോയത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട നികുതി വരുമാനം കുറഞ്ഞു എന്നാൽ അർത്ഥം എന്താണ്? അതിത്രയേ ഉള്ളൂ. രാജ്യമെങ്ങും മാന്ദ്യമുണ്ട്. അതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലും. ഓരോ സംസ്ഥാനത്തെ കണക്കെടുത്താലും ഇത് വ്യക്തമാകും. കേരളത്തിന്റെ കണക്ക് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുന്നതായതിനാൽ അതിന് മുൻതൂക്കം നൽകിയതാണ്. കേന്ദ്ര സർക്കാർ സമ്മതിക്കുന്നില്ലെങ്കിലും രാജ്യമെങ്ങും കൊടിയ മാന്ദ്യമുണ്ട് എന്നാണ് ഇതിനർത്ഥം. ഇത്രയും വലിയ മാന്ദ്യമുണ്ടെങ്കിൽ എങ്ങനെ സംസ്ഥാനത്തെ കാര്യങ്ങൾ നടന്നു? അത് വായ്പ എടുത്തതാണ്. ജൂണിൽ 3,000 കോടി രൂപയുടെ നികുതി വരുമാനം കുറഞ്ഞെങ്കിൽ സംസ്ഥാനം വായ്പ എടുത്തത് അതിലേറെ കൂടുകയാണ് ചെയ്തത്. ഈ വർഷം ആദ്യ 3 മാസം കൊണ്ടുണ്ടായ ബാധ്യത 17,888 കോടി രൂപ. കഴിഞ്ഞ വർഷം ഉണ്ടായത് 12,399 കോടി രൂപ. വായ്പ എടുത്തതിലെ വർധന 5,489 കോടി രൂപ. വരുമാനം കുറഞ്ഞപ്പോൾ വലിയ തോതിൽ വായ്പ വർദ്ധിപ്പിക്കേണ്ടി വന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ വായ്പ എടുത്തില്ലെന്ന് മാത്രമല്ല, അഡ്വാൻസായി വാങ്ങിയ 113 കോടി തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ആ സ്ഥാനത്ത് ഈ വർഷം ജൂണിൽ 4,008 കോടി രൂപ വായ്പ എടുത്തു.
ഈ വായ്പയുടെ വർധന എത്ര വലുതാണ് എന്നറിയാൻ ശതമാന കണക്ക് നോക്കിയാൽ മതി. സംസ്ഥാനം ഈ വർഷം വായ്പ എടുക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത് 45,042 കോടി രൂപയാണ്. അതിന്റെ 39.71% എടുത്തു കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ 40% വായ്പയും ആദ്യ 3 മാസം കൊണ്ടെടുത്തു. ഇനിയും 9 മാസം കൂടി മുന്നിൽ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. വായ്പ വലിയ തോതിൽ എടുക്കേണ്ടി വന്നതിന് ഒരു കാരണം കൂടിയുണ്ട്. കേന്ദ്ര ഗ്രാന്റായി ലഭിക്കുമെന്ന് ബജറ്റിൽ കണക്കാക്കിയിരുന്നത് 15,980 കോടി രൂപയാണ്. അതിന്റെ 10% 1,600 കോടി മാത്രമാണ് കേന്ദ്രം നൽകിയിട്ടുള്ളത്. ഇതിനൊപ്പമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിലും കുറവുണ്ടായത്. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകുന്നില്ല എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? രാജ്യമെങ്ങും വലിയ മാന്ദ്യമുണ്ട്, കേന്ദ്രത്തിന്റെ വിഭവങ്ങൾക്കും പരിമിതിയുണ്ട് എന്നാണ്. ഇതൊരു കേന്ദ്ര സർക്കാരും സമ്മതിക്കില്ല. യുദ്ധഭീതി ഉണ്ടാക്കിയ പ്രകമ്പനത്തിൽ 1-2 മാസം കടന്നുപോയി. ഇപ്പോൾ വീണ്ടും ആ വലിയ യാഥാർത്ഥ്യം മുന്നിൽ വന്നു നിൽക്കുകയാണ്. രാജ്യമെങ്ങും വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട്. ആ മാന്ദ്യം കേരളത്തെയും പിടികൂടി കഴിഞ്ഞു. ഇവിടെ കണക്ക് കേരളത്തിൻ്റെതാണ് എടുത്തതെങ്കിലും ഓരോ സംസ്ഥാനത്തും കാണാം ആ ഇടിവ്. നമസ്കാരം.